വെള്ളം നിറയെ ഇങ്ങനെ മഞ്ഞച്ച് അയണിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുളിക്കാനെടുത്താലും അലക്കാനെടുത്താലും അത്രയ്ക്ക് വൃത്തിയൊന്നും ആവില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ വെള്ളത്തിനുണ്ടായിരുന്നു. പിന്നലെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ അവരും പറഞ്ഞു, അമ്മേ നല്ല വെള്ളം നല്ല തെളിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല പ്യുവറായിട്ടുണ്ട്, നല്ല നന്നായിട്ട് ഇരിക്കുന്നുണ്ടെന്നൊക്കെ അവരും എന്നോട് പറയാനിടയായി. പിന്നെ ബാത്റൂം ഒക്കെ ആണെങ്കിലും കഴുകിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വൃത്തിയാവാറില്ല, മഞ്ഞച്ച കളറൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഒരു മിൽക്കി കളർ ആയിരിക്കുള്ളൂ. അടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യം വരുന്ന വെള്ളം നല്ല തെളിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഊറി വന്ന് വെള്ളത്തിനൊരു ക്ലൗഡ്നെസ് ഉണ്ടാവില്ലേ, അത് ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ? നേരത്തെ വെള്ളം ഉണ്ടല്ലോ അല്ലെ, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാ നമ്മുടെ ഈ ഇതിന്റെ വെള്ളം അതുകൂടി നോക്കിയായിരുന്നു എങ്ങനെയുണ്ടെന്ന്? നല്ല തെളിഞ്ഞ വെള്ളം നമ്മളുടെ ഈ പ്രോഡക്റ്റ് അല്ലെ. ആ വെള്ളം കുറച്ച് ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മഞ്ഞച്ച കളറില് കുറച്ച് എന്താ പറയാ എണ്ണമയൊക്കെ ആയിട്ട് സ്മെല്ലൊക്കെ ആയിട്ട്. അതായത് നമ്മുടെ റോ വാട്ടർ, നമ്മുടെ പ്രൊഡക്റ്റിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? പ്രൊഡക്റ്റ് ഓക്കെ അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അലക്കുമ്പോഴൊക്കെ നന്നായിട്ട് വെളുത്തു. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് പുത്തമ്പരിക്ക. ഉണ്ടോ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പുത്തമ്പരിക്ക നമ്മുടെ കൈമാതിരത്തിപ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് വെസൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ മിസ്റ്റർ ഗിരീഷറിന്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഗിരീഷറിന്റെ ഇവിടെ ഇല്ല, ഗിരീഷറിന് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 1354 വെസലാണ്, ഒരു മൾട്ടിമീഡിയയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിമീഡിയ പിടിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അകത്ത് അയണിന്റെ സാന്നിധ്യം ഉണ്ട്, അതേപോലെ തന്നെ pH ന്റെ അഭാവം ഉണ്ട്, ചെറിയ രീതിയിൽ സ്മെല്ലിയാണ് വെള്ളം. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മളിവിടത്തേക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ വെസൽ ഫിൽട്രേഷൻ മാത്രമല്ല വാട്ടർ പ്യൂരിഫയറും കൂടി ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ നമ്മൾ അതിൻ്റെയും കൂടി ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് നമ്മുടെ വെസൽ പിടിപ്പിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ എവിടെയാണ് പിടിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോവാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. ബൈ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇവിടെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. വെസലും അനുബന്ധ മീഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വെക്കേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലേക്ക് പോരുമ്പോഴാണ് സ്ലിപ്പ് ആവണ്ട കേട്ടോ. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാല് 2 ടാങ്കാണ്. ഇതിന്റെ മേലെ ഒരു ടാങ്ക് ഇരിക്കണോ. ഇത് നമ്മളുടെ ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളം സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ടാങ്കാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മേലെ നമ്മുടെ വേറൊരു ടാങ്ക് കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റണോന്ന് എനിക്കറിയില്ല. പുതിയ ലൈനൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പൈപ്പ് ലൈനിൽ കൂടി വരുന്ന വെള്ളം, പഞ്ചായത്ത് വെള്ളം സേവ് ചെയ്യാനുള്ള ടാങ്കാണ്. അപ്പൊ ഇതിലാണ് നമുക്ക് വാട്ടർ പ്യൂരിഫയർ അകത്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ വെസൽ ഫിൽട്രേഷൻ കൊടുക്കേണ്ടത് ഈ ഒരു ടാങ്കിലാണ്. അപ്പൊ അതായത് ഈ ഒരു ടാങ്കിൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാത്രമാണ് അത് വരുന്നത്, ബാത്റൂമും ബാക്കിയുള്ള വാഷിംഗ് ഏരിയയിലേക്കും. അപ്പൊ ഇതിന്റെ ലൈൻ എന്ന് പറയുമ്പോൾ 1 ഇഞ്ചിന്റെ ലൈനാണ് ഇറങ്ങി വന്നേക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രാവിറ്റിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. മഴ ഇടയ്ക്ക് നിലക്കൊക്കെ മഴ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മഴ വന്നേക്കുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പുതിയ വർക്കുകളൊക്കെ കുറെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണതിന്റെ കൂട്ടത്തിൽ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണമെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ്. അതേപോലെ തന്നെ എവിടെയായാലും കേരളത്തിൽ എവിടെയായാലും നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. വെസൽ ഫിൽട്രേഷന്റെയും അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷന്റെയും വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന അഫോർഡബിൾ പ്രൈസിന് അത് നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് ബൈ.
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ 1354 മൾട്ടിമീഡിയയുടെ വർക്ക് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് മഴ വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് മഴയത്തായിരുന്നു കുറച്ച് പണി. അപ്പോൾ അതെല്ലാം നമ്മൾ അടിച്ചു തീർത്തു. നമ്മുടെ മീഡിയ ഫില്ലിങ്ങും അതേപോലെ തന്നെ പ്ലംബിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ബാക്ക് വാഷ് എന്നുള്ള ഒരു സംഭവമാണ്. ബാക്ക് വാഷിലേക്ക് ഇട്ടിട്ട് ബാക്ക് വാഷ് ചെയ്ത് നോർമലൈസ് ആക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല ടാങ്കിൽ. നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് വെള്ളം കാലിയാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ടാങ്കിന് മേലെ ആയിട്ടുണ്ടാവണം വെള്ളം. അപ്പം ഇനി മേലെ കുറച്ച് നമുക്ക് വർക്ക് ബാക്കിയുണ്ട്. നമ്മുടെ ടാങ്കിന്റെ മൂടി അഴിച്ച് മാറ്റിയിട്ട് അത് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, നമുക്ക് അപ്പുറത്ത് കാണിച്ചു തരാം. അതിന്റെ ആ മൂടി അഴിച്ച് മാറ്റിയിട്ട് കുറച്ചും കൂടി ഓക്സിഡേഷൻ കുറച്ചും കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് കെട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ബാക്ക് വാഷ് ചെയ്തിട്ട് ആ ഒരു പ്രൊസീജിയറിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നേരെ നമുക്ക് ബാക്ക് വാഷിലേക്ക് ഇടാം. ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വാല് തുറക്കാം. ഇല്ലറ്റ് വാല് നമ്മൾ തുറക്കുകയാണ്. വെള്ളം ഫില്ലായി തുടങ്ങി. ഇനി അത് നിറഞ്ഞിട്ട് വേണം അതിലെ ബാക്ക് വാഷിൽ പോകാനായിട്ട്. ഇവിടെ നമ്മൾ പ്രഷർ ബാക്ക് വാഷിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രഷർ ബാക്ക് വാഷിന്റെ ഓപ്ഷൻ കൊടുത്തിടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമുക്ക് സാധാരണ രീതിയിൽ പമ്പിങ് ലൈൻ, അതായത് നമ്മുടെ മോട്ടറിന്റെ ലൈൻ നമ്മൾ പെർമനന്റ് ലൈൻ ആയിരിക്കുള്ളൂ. ഇവിടെ ആ ലൈനിന്റെ ഇതില്ല, ലൈൻ കൊടുത്തിട്ടില്ല പെർമനന്റ്. ഹോസ് വഴിയാണ് അതിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്ക് വാഷിന്റെ ഓപ്ഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പ്രഷർ ബാക്ക് വാഷിന്റെ മോട്ടർ വെച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ ഇതിന്റെ വലിയ ഹോസ് ഉണ്ട്, ആ ഹോസ് കൊണ്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ട് മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ബാക്ക് വാഷിന്റെ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ മേലെ പോയിട്ട് അതിന്റെ മൂടി അഴിച്ചു മാറ്റിയിട്ട് നെറ്റ് ഒന്ന് കെട്ടാം. ബാക്ക് വാഷ് അവിടെ നടക്കുന്നുണ്ട്, അതിനിടയിൽ നമുക്ക് ചെയ്യാം. മേലെ ഭയങ്കര വഴുക്കലാണ്, സൂക്ഷിക്കണം. വെള്ളം പ്രത്യക്ഷത്തിൽ ടർബിഡായിട്ട് കിടക്കണത്, പക്ഷെ അയൺ കാണൂല. അയണിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിന്റെ സൂചന കണ്ട ഈ സൈഡിൽ കാണുന്നതാണ് അയണ്ടത്. കാണാൻ പറ്റുന്നെന്ന് തന്നെ വിചാരിക്കണം. നമുക്ക് കാണുന്നുണ്ടോ വീഡിയോയിൽ? ഇത് അയണിന്റെ സാന്നിധ്യമാണ്. അപ്പൊ നമുക്ക് നെറ്റ് വലിച്ച് കെട്ടാം. ആദ്യം നെറ്റ് വലിച്ച് കെട്ടണമല്ല, നെറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഇങ്ങനെ ചെയ്യണോണ്ട് വല്ല ഗുണമുണ്ടോ, ഇത് വെറും ഒരു എന്താ പറയാ അനാവശ്യ പണിയല്ലേ എന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും. പക്ഷെ ഇത് ചെയ്ത് ഇതിന്റെ റിസൾട്ട് എടുത്തേക്കണ വീട്ടുകാരും അത് അനാവശ്യമായിരുന്നു എന്ന് പറയില്ല. കാരണം നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ കുഴൽക്കിണറിൽ ഓക്സിജന്റെ അഭാവം എപ്പോഴും ഉള്ളതാണ്. ഓക്സിജന്റെ അഭാവമുള്ള സ്ഥലങ്ങളിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് വെള്ളം മോട്ടർ അടിച്ചിട്ട് പുറത്തേക്ക് വന്ന് ഓക്സിജനായിട്ട് സമ്പർക്കം വരുമ്പോഴാണ് അവിടെ കറക്റ്റ് ഒരു ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോഴാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് നമുക്ക് എന്താ പറയാ കുറെ പാരാമീറ്റേഴ്സ് അവിടെ സെറ്റിൽ ഡൗൺ ആവുള്ളൂ. ഈവൻ നമ്മുടെ അയൺ ആയാലും ബാക്കിയുള്ള പ്രശ്നങ്ങളായാലും. പിന്നെ അൺവാണ്ടഡ് ഗ്യാസസ് ഉണ്ട്. ഇതൊക്കെ ഈസിലി വെന്റ് ഔട്ട് ആവാനായിട്ട് നമുക്കിതൊരു നല്ലൊരു ഉപായമാണ്. ചില വെള്ളത്തിന് അങ്ങനെ പറ്റില്ല കേട്ടോ. എല്ലാ വെള്ളത്തിനും അത് വർക്കൗട്ട് ആവില്ല. അയൺ തന്നെ 2 രീതിയിലുള്ള അയൺ ഉണ്ട്, ഫെറിക്കും ഉണ്ട്, ഫെറസും ഉണ്ട്. അപ്പൊ ഏതാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ നെറ്റ് ഇവിടെ സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നിലത്തേക്ക് ഇറങ്ങാം. ബാക്കിയൊക്കെ നമുക്ക് താഴത്ത് നിന്നിട്ട് കാണിച്ചു തരാം. ഈ നെറ്റ് അങ്ങനെ ലൈഫ് ലോങ് ഒന്നും കേട്ടോ, ഒരു 1.5 വർഷം കഴിയുമ്പോൾ പോവും. കാരണം വെയിലടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പൊ ആ സമയത്ത് നമുക്ക് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിന്റെ ഒക്കെ കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഹാർഡ്വെയറുടെ കടയിൽ നിന്ന് നമുക്ക് ഇതാണ് പെട്ടെന്ന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഒരു 1.5 വർഷമൊക്കെ സുഖമായിട്ട് കിടക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റി ഈ നമ്മുടെ സ്ക്രൂ അഴിച്ചിട്ട് 2 മീറ്റർ വാങ്ങിച്ച് ഇടാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടി ലൈഫ് ലോങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് കിടന്നോളും. നേരെ നമുക്ക് താഴത്തോട്ട് പോവാം. ബാക്ക് വാഷെല്ലാം നോക്കിയേ, ഇത് ക്ലിയർ ആയിട്ട് കേട്ടോ, പക്ക ക്ലിയർ. ബാക്ക് വാഷിന്റെ വെള്ളമാണിത്. ഇനി നമുക്ക് നേരെ നോർമലൈസ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് വന്നു തുടങ്ങി. നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന്റെ കളർ നോക്കിയേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ റോ വാട്ടർ ഇവിടെ ഉണ്ട് കേട്ടോ. റോ വാട്ടർ എന്ന് പറയുമ്പോൾ ഇത് കണ്ട, ഇത് നമ്മുടെ റോ വാട്ടർ ആണ്. ഇങ്ങനെയല്ല കേട്ടോ വെള്ളം വരുന്നത്. ഇത് നമ്മുടെ ടാങ്കിൽ കിടന്നിട്ട് നമ്മുടെ ഓക്സിഡേഷൻ കഴിഞ്ഞ് അവിടെ ഒരു സെറ്റിൽ ഡൗൺ ആയി ഊറി വരുന്ന വെള്ളമാണ്. അതായത് ലാസ്റ്റ് നമ്മൾ ടാങ്ക് കാലിയാക്കണ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ടാങ്ക് വെള്ളത്തിന്റെ അവസ്ഥയാണിത്. പ്രത്യക്ഷത്തിൽ നമുക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടർബിഡ് ആയിരിക്കുള്ളൂ, ലൈറ്റായിട്ട് ഒരു മിൽക്കി കളർ ആയിരിക്കുള്ളൂ. അത് നമ്മളെ വ്യത്യാസം നോക്കിയേ. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം. ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളത് അകത്തേക്ക് ചാർജ് ചെയ്തോട്ടാ.
ബാക്ക് വാഷ് കഴിഞ്ഞ് നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സിസ്റ്റം നമ്മൾ നോർമൽ മോഡിലേക്ക് ആക്കി അകത്തേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈനിൽ കുറച്ചുണ്ടാവുന്ന കുറച്ച് അഴുക്ക് വെള്ളം പോകണം, എന്നാലും നമ്മുടെ ആ പ്രൊഡക്റ്റിന്റെ ആ കറക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയ ക്വാളിറ്റി അവിടെ കാണുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, നമ്മൾ ചാർജിങ് ചെയ്തിട്ടുണ്ട്, എല്ലാം നോർമലൈസ് ആയി. ഇത് അടുത്ത മഴ വരെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വെസൽ ഫിൽട്രേഷന്റെ ഒക്കെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറൊക്കെ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായാലും ഓൾ ഓവർ കേരള വന്ന് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. വേറെ കേസ് ഉണ്ട്, ഇവിടെ നമുക്ക് പ്യൂരിഫയർ പിടിപ്പിക്കാണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉടനെ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ വന്നിട്ടത് അത് അതിന്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ. നമ്മളിതേ വീണ്ടും ഗിരീഷേട്ടന്റെ വീട്ടിലെത്തിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റിവ്യൂവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കസ്റ്റമർക്ക് അത് ബോധിച്ചതാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ഇവിടെ വന്നിട്ടുണ്ട്. വന്നതിന്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് റിവ്യൂ എടുക്കണം, അത് കൂടാണ്ട് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ കൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യത ഉണ്ടായിരുന്നു. അപ്പൊ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിന്റെ ഒന്ന് റിവ്യൂ എടുക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഈ വർക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടോ, നെക്സ്റ്റ് ഡേ എന്താണ് വെള്ളത്തിന്റെ ക്വാളിറ്റി. ആക്ച്വലി ഇവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ അത്യാവശ്യം അയണും pH അഭാവം, സ്മെല്ലി, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം നമ്മൾ അടിക്കുമ്പോൾ തന്നെ നല്ല തെളിഞ്ഞായിരിക്കുള്ളൂ വരുന്നത്. അത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊറി വരും, ഒരു ക്ലൗഡി ആയിട്ടുള്ള, അതായത് ഒരു ലൈറ്റ് മിൽക്കി കളർ ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് സാധാരണ ഇവർക്ക് അത് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഫിൽട്രേഷന്റെ ഔട്ട്പുട്ട് ഇവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത് വെച്ച് നോക്കി, കമ്പയർ ചെയ്ത് നോക്കി, അതായത് എങ്ങനെയാണ് നമ്മളുടെ റോ വാട്ടറിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് നമ്മളുടെ വെള്ളം ശുദ്ധീകരിച്ച് വന്നതിന് ശേഷം വരുന്ന പ്രൊഡക്റ്റ് വാട്ടറിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത അവർക്ക് കറക്റ്റ് ആയിട്ട് വന്നു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് നമ്മളെ വെള്ളം ഇരിക്കുന്നത് ഇപ്പോഴും. അപ്പൊ നമ്മളുടെ വെള്ളം നല്ല രീതിയിൽ അത് ഫിൽട്ടർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞേക്കാളും നല്ലത് നമ്മുടെ കസ്റ്റമറോട് തന്നെ നമുക്ക് ഇവിടെ വിളിച്ചു ചോദിക്കാം. കസ്റ്റമറോട് നിൽപ്പുണ്ട്, ചേച്ചിയോട് ചോദിക്കാം, ചേച്ചിക്ക് വർക്ക് ഇഷ്ടപ്പെട്ടോ, ഇന്നലെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു വെള്ളമൊക്കെ എടുത്തു വെച്ച് നോക്കിയത്, എങ്ങനെയാണ് കമ്പയർ ചെയ്തത്, അതൊക്കെ നമുക്ക് നമ്മുടെ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ചേച്ചി വായോ. നമസ്കാരമുണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ എനിക്ക് റിവ്യൂ എടുക്കാൻ പറ്റില്ല, തിരക്കൊക്കെയായിരുന്നു. അപ്പൊ മഴയായിരുന്നല്ലോ. അപ്പോ ഇന്നലെ നമ്മൾ വെള്ളം എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ വെള്ളത്തിന് എന്തായിരുന്നു പ്രശ്നം, നമ്മുടെ പ്രഷർ ഒന്ന് പറയാവോ, ഷെയർ ചെയ്യാവോ? വെള്ളം നിറയെ ഇങ്ങനെ മഞ്ഞച്ച് അയണിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുളിക്കാനെടുത്താലും അലക്കാനെടുത്താലും അത്രയ്ക്ക് വൃത്തിയൊന്നും ആവില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ വെള്ളത്തിനുണ്ടായിരുന്നു. ഇന്നലെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ അവരും പറഞ്ഞു, അമ്മേ നല്ല വെള്ളം നല്ല തെളിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല പ്യുവർ ആയിട്ടുണ്ട്, നല്ല നന്നായിട്ട് ഇരിക്കേണ്ടതെന്നൊക്കെ അവരും എന്നോട് പറയാനിടയായി. പിന്നെ ബാത്റൂം ഒക്കെ ആണെങ്കിലും കഴുകിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വൃത്തിയാവാറുള്ള മഞ്ഞച്ച കളറൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഒരു മിൽക്കി കളർ ആയിരിക്കുള്ളൂ. അടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യം വരുന്ന നല്ല തെളിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഊറി വന്ന് വെള്ളത്തിനൊരു ക്ലൗഡ്നെസ് ഉണ്ടാവില്ലേ, അത് ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ? നേരത്തെ വെള്ളം ഉണ്ടല്ലോ അല്ലെ, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാ നമ്മുടെ ഈ ഇതിന്റെ വെള്ളം അതുകൂടി നോക്കിയായിരുന്നു എങ്ങനെയുണ്ടെന്ന്. നല്ല തെളിഞ്ഞ വെള്ളം നമ്മുടെ ഈ പ്രൊഡക്റ്റ് അല്ലെ. ആ വെള്ളം കുറച്ച് ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മഞ്ഞച്ച് കളറില് കുറച്ച് എന്താ പറയാ എണ്ണമയൊക്കെ ആയിട്ട് സ്മെല്ലൊക്കെ ആയിട്ട്. അതായത് നമ്മുടെ റോ വാട്ടർ, നമ്മുടെ പ്രൊഡക്റ്റിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, പ്രൊഡക്റ്റ് ഓക്കെ അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അലക്കുമ്പോഴൊക്കെ നന്നായിട്ട് വെളുത്തു. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയായാലും നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോട്ടാ. കേരളത്തിൽ എവിടെയായാലും നമ്മൾ ഒന്ന് അഫോർഡബിൾ പ്രൈസിൽ നമ്മളൊന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.